ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തൃശ്ശൂർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഹൈലൈറ്റ് മാളിലേക്കാണ് ഞങ്ങൾ പോയത്. ന്യൂ ഇയറിൻ്റെ സമയത്താണ് ഞങ്ങൾ പോയത്. കുറച്ച് നാളെ ഡിസംബർ 18-നാണ് ഇത് ഉദ്ഘാടനം കഴിഞ്ഞത്. പക്ഷേ ഞങ്ങൾ ജനുവരി ഫസ്റ്റ് വീക്കൊക്കെയാണ് കേട്ടോ പോയത്. കുഴപ്പമില്ല. അതായത് ക്രിസ്മസിൻ്റെ ന്യൂ ഇയറിൻ്റെയൊക്കെ ആ ഒരു സെലിബ്രേഷൻ്റെ ഒരു ഇതുവരെ അവിടെ തീർന്നിട്ടില്ല. ആ ട്രീ ഒക്കെ അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ല ടോളൊക്കെ ആയിട്ട് നല്ല അതിന് മേലെ ഒരു സ്റ്റാറൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ബസ് കണ്ടോ, ആ ബസ്സിൽ കയറണം പറഞ്ഞിട്ട് അവിടെ ഭയങ്കര കരച്ചിലായിരുന്നു പിള്ളേർ. പിന്നെ ഞങ്ങൾ ക്രിസ്മസ് ട്രീയുടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് കൊടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അതൊക്കെ ഒന്ന് നോക്കി നിന്ന്. പിന്നെ അവിടുത്തെ കുറച്ച് കടകളൊക്കെയാണ് നോക്കിയത്. അതൊക്കെ ബ്രാൻഡഡ് ഐറ്റംസുള്ള സാധനങ്ങളുടെ കടകളൊക്കെ ആയിരുന്നു കേട്ടോ. ഷർട്ട്സ് അങ്ങനത്തെ ഉള്ള ബ്രാൻഡഡ് സാധനങ്ങളുള്ള കടയായിരുന്നു. അപ്പോൾ അതൊന്നും ഞങ്ങൾ കയറിയില്ല കേട്ടോ. പിന്നെ കുട്ടികളവിടെ ആ ബസ്സിൻ്റെ മേലെ തന്നെയായിരുന്നു അവരെ കണ്ണ്. ബസ്സിൽ കയറണം. ഒരാൾക്ക് 100 രൂപ ആയതുകൊണ്ട് ആ വലിയ റിസ്ക് എടുക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. ഞങ്ങൾ നേരെ അണ്ടർഗ്രൗണ്ടുള്ള ലുലുഡയിലേക്ക് പോയി. അവിടെ ആകുമ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ലുലുഡയിൽ പോയി. ലുലുഡയിൽ പോയപ്പോൾ അത്യാവശ്യം ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കാണാൻ തന്നെ. നല്ല ഭംഗിയാണ് ഫ്രൂട്ട്സൊക്കെ. കുറേ തരം ആപ്പിൾസും ഓറഞ്ച് ബനാന ഒക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും ഡേറ്റ്സ് എടുത്തു കേട്ടോ. നല്ല ഡേറ്റ്സ് കിട്ടും ഇവിടെ. അപ്പോൾ ആ ഡേറ്റ്സ് എടുത്തു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് എടുത്തു. പിന്നെ അത്യാവശ്യം കുറേ പലചരക്ക് സാധനങ്ങൾ. പിന്നെ ഇവിടെ നല്ല പ്ലേറ്റ്സ് ഒക്കെ കണ്ടു കേട്ടോ. നല്ല ഭംഗിയുള്ള പ്ലേറ്റുകൾ കണ്ടു കേട്ടോ. ആ 110, 120 റേഞ്ചൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ വീട്ടിൽ അത്യാവശ്യം പ്ലേറ്റ് ഉള്ളതുകൊണ്ട് അതൊന്നും എടുത്തില്ല. കാണാൻ ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവന് ലാനുവിന് ഇതിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറച്ച് നേരം ഇരിക്കുള്ളൂ. അത് കഴിഞ്ഞ് അവൻ്റെ പാട് നോക്കിയിട്ട് ഓടിപ്പോകും. എന്നാലും ഇരിക്കുന്ന സമയം അവനെ ആസ്വദിച്ചിരിക്കും ചിരിച്ചിട്ടൊക്കെ. പിന്നെ അവിടെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും സോസുകൾ അങ്ങനത്തെ ഒക്കെ എടുത്തു. പിന്നെ ഈ പാനിപൂരിയുടെ സെക്ഷൻ കണ്ടപ്പോൾ എനിക്കിത് കഴിക്കണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ. ഞാനത് പാനിപൂരിയും ബേൽപൂരിയും മേടിച്ച് കുറച്ച് ഫുഡ് ഐറ്റംസൊക്കെ ഞങ്ങൾ മേടിച്ചിട്ട് നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഇരുട്ടായിട്ടാണ് പുറത്ത് കയറുമ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണേ.